അസ്സലാമു അലൈക്കും. നമ്മളെ യാത്ര വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം 8:30-9 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ ഹൈദരാബാദിലേക്ക് എത്താൻ. ബാംഗ്ലൂർ കഴിഞ്ഞു. ഇന്നലെ എവിടെയാണ് ഹാൾട്ട് ചെയ്തത്. രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാബിത്ത്ക്ക അക്യുപങ്ചർ മേഖലയിലേക്ക് വന്നത് ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് മുമ്പ് തന്നെ വൈഫ് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് സാബിത്ത്ക്ക് വന്നത്. സാബിത്ത്ക്ക് പഠിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഓൾറെഡി വൈഫ് അക്യുപഞ്ചറിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ചികിത്സയ്ക്ക് ആണെങ്കിൽ വീട്ടിലൊരാളുണ്ട്. പിന്നെ ഇത് പഠിക്കാനുണ്ടായ സാഹചര്യം, പഠിച്ചപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്ന് പറയും. ഇതേ ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ. വൈഫ് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഞാൻ വെറുതെ പഠിക്കുന്നത്? രണ്ടാളും കൂടി എന്തിനാ അക്യുപഞ്ചർ? എനിക്ക് വേറൊരു ഫീൽഡും കൂടി നോക്കുന്നതല്ലേ ബെറ്റർ എന്നൊരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് കൊറോണ ഒക്കെ വന്നപ്പോൾ ബിസിനസ് ചെറിയൊരു പ്രയാസത്തിലായി. തിരിച്ച് ഗൾഫ് പോകാനുള്ള സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ വൈഫും ബ്രദറും കൂടി ജോയിൻ ചെയ്യണം നിർബന്ധിച്ചു. അപ്പോൾ നിർബന്ധിച്ച സമയത്ത് ഒരു വർഷമായിരുന്നു അന്ന് കാലാവധി പഠനത്തിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ നല്ല വിസ കിട്ടുകയാണെങ്കിൽ മെല്ലെ എസ്കേപ്പ് ആകുക എന്നുള്ളതാണ്. പക്ഷേ ഈ പഠനം തുടങ്ങി ഒരു 3 മാസത്തോളം ആകുന്ന സമയത്ത് ഡയബറ്റിക്കിൻ്റെ ക്ലാസ് കിട്ടിയതിന് ശേഷം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ മേഖലയിൽ. വൈഫിന് സപ്പോർട്ടായിട്ടും ഈ ഒരു അക്യുപഞ്ചറിന് സപ്പോർട്ടായിട്ടും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് പിന്നെ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതിൽ നിലനിർത്തിയെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിലേക്ക് വന്നതിന് ശേഷം രോഗഭയമില്ലാതെ വളരെ മനസ്സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വണ്ടി അത്യാവശ്യം സ്പീഡിൽ ഓടാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മുടെ റോഡുള്ളത്. അതേ കണ്ടില്ലേ, അമേരിക്കയെ വെല്ലുന്ന സ്പീഡ് കാണിക്കില്ല. അമേരിക്കയെ വെല്ലുന്ന റോഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ സംസ്ഥാനത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളതാണോ എന്ന് തോന്നിപ്പോകും. അത്ര മനോഹരമാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ അപ്ഡേറ്റ്സായി കാണാം. അസ്സലാമു അലൈക്കും.